കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന ഇൻഫ്ലേഷൻ ഒക്ടോബർ മാസത്തിൽ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് വോളറ്റൈലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ ഇൻഡെക്സുകളും ഗ്ലോബൽ ഇൻഡെക്സുകളും നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. നാസ്ഡാക്ക് ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകിയപ്പോൾ S&P 0.29%, ഡോ ജോൺസ് 0.87% ഇടിഞ്ഞു. കഴിഞ്ഞ ദിവസം യൂറോപ്യൻ മാർക്കറ്റിലും സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. ഡാക്സ് 2.18%, CAC 2.77%, ഫട്സെ 1.24%മാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇടിഞ്ഞത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 24,000 എന്ന സപ്പോർട്ട് നഷ്ടമായി കഴിഞ്ഞു. ഇൻഡെക്സ് 23,800-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. 23,800 എന്ന സപ്പോർട്ട് കൂടി നഷ്ടമായാൽ 23,500-ലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ 24,000, 24,050 തുടങ്ങിയ റേഞ്ചുകൾ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇനി ഏഷ്യർ മോട്ടോർ, ആൽക്കം ലബോറട്ടറീസ്, അപ്പോളോ ടയർ, വോഡാഫോൺ ഐഡിയ, അസ്ട്രജനിക്ക ഫാർമ, ബ്രിഗേഡ് എൻ്റർപ്രൈസസ്, ദിലീപ് ബിൽഡ്കോൺ, ഇസാഫ് സ്മാൾ ഫിനാൻസ് ബാങ്ക്, എക്സിം ടെലികോം സിസ്റ്റം, ഗോദ്രേജ് ഇൻഡസ്ട്രീസ്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡർ, ഹാപ്പിയസ്റ്റ് മൈൻഡ് ടെക്നോളജി ലിമിറ്റഡ്, NBCC, PAE ഇൻഡസ്ട്രീസ്, ശില്പ മെഡിക്കെയർ, സിംഗാച്ചി ഇൻഡസ്ട്രീസ്, SKF ഇന്ത്യ തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തുവരും. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്ന ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും പ്രതീക്ഷിക്കാം. BSEയുടെ പ്രോഫിറ്റ് 188% വർദ്ധിച്ച് 120 കോടിയിൽ നിന്നും 346 കോടിയായി ഉയരുകയും റവന്യൂ 314 കോടിയിൽ നിന്നും 476 കോടിയായി വർദ്ധിക്കുകയും ചെയ്തു. FSN ഇ-കൊമേഴ്സ് വെഞ്ചർ ലിമിറ്റഡ് അല്ലെങ്കിൽ നൈക്കയുടെ പ്രോഫിറ്റിൽ 66% വർധനവുണ്ടായി. കമ്പനിയുടെ റവന്യൂ 24% വളർന്നു. 1,507 കോടിയിൽ നിന്നും 1,874 കോടിയിലേക്ക് റവന്യൂവും 7.8 കോടിയിൽ നിന്നും 12.97 കോടിയിലേക്ക് പ്രോഫിറ്റും ഉയർന്നു. കമ്പനിയുടെ എബിറ്റ 28% ഉയരുകയും എബിറ്റ മാർജിൻ 5.35%-ൽ നിന്നും 5.55%-ലേക്ക് എക്സ്പാൻഡ് ആവുകയും ചെയ്തു. ബോഷിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് അത്ര മികച്ചതല്ല. കമ്പനിയുടെ റവന്യൂ 6% വർദ്ധിച്ചെങ്കിലും പ്രോഫിറ്റ് 46% ഇടിഞ്ഞു. എബിറ്റ 14% വർദ്ധിച്ച് 491 കോടിയിൽ നിന്നും 560 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 11.9-ൽ നിന്നും 12.8-ലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു. ഇവിടെ കമ്പനിക്ക് 208 കോടി രൂപയുടെ ഓൺ ടൈം ഇൻകം ലഭിച്ചു. ഇതുമൂലമാകാം കമ്പനിയുടെ റവന്യൂവിൽ വർധനവുണ്ടായത്. അശോക് ബിൽഡ്കോൺ എന്ന കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 334% വർദ്ധിച്ച് 106 കോടിയിൽ നിന്ന് 106 കോടിയിൽ നിന്ന് 462 കോടിയിലേക്ക് എത്തി. റവന്യൂ 15% വർദ്ധിച്ച് 2,184 കോടിയിൽ നിന്നും 2,488 കോടിയിലേക്ക് എത്തി. PNC ഇൻഫ്രാടെക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മോശമാണ്. പ്രോഫിറ്റ് 43%, റവന്യൂ 25% ഇടിഞ്ഞു. സുല വൈനിയാർഡിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനിയുടെ റവന്യൂ 1.1%, പ്രോഫിറ്റ് 37% ഇടിഞ്ഞു. സുല വൈനിയാർഡിൻ്റെ പ്രോഫിറ്റ് 23 കോടിയിൽ നിന്നും 14 കോടിയിലേക്കാണ് എത്തിയത്. ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസറിൻ്റെ റവന്യൂവിൽ 15% ഇടിവും പ്രോഫിറ്റിൽ 3.5% ഇടിവും വന്നു. 308 കോടി രൂപയുടെ പ്രോഫിറ്റിന് കഴിഞ്ഞ വർഷം 308 കോടി രൂപയുടെ പ്രോഫിറ്റ് നേടിയ കമ്പനി ഇപ്പോൾ 298 കോടി രൂപയുടെ പ്രോഫിറ്റാണ് നേടിയത്. റവന്യൂ 3,118 കോടിയിൽ നിന്നും 2,635 കോടിയായി കുറയുകയും ചെയ്തു. DCX സിസ്റ്റത്തിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മോശമാണ്. കമ്പനിയുടെ പ്രോഫിറ്റ് 73% ഇടിയുകയും റവന്യൂ 36% ഇടിയുകയും ചെയ്തു. പ്രോഫിറ്റ് 19.8 കോടിയിൽ നിന്നും 5.2 കോടിയിലേക്കാണ് ഇടിഞ്ഞത്. റവന്യൂ 309 കോടിയിൽ നിന്നും 195 കോടിയിലേക്ക് ഇടിഞ്ഞു. റെപ്കോ ഹോം ഫിനാൻസിൻ്റെ പ്രോഫിറ്റിൽ 15% വളർച്ചയും റവന്യൂവിൽ 1.7% വളർച്ചയും ഉണ്ടായി. കമ്പനിയുടെ പ്രോഫിറ്റ് 100 കോടിയിൽ നിന്നും 115 കോടിയിലെത്തി. അതേസമയം റവന്യൂ 172 കോടിയിൽ നിന്നും 175 കോടിയിലേക്കാണ് എത്തിയത്. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. PNB ഹൗസിംഗ് ഫിനാൻസ് എന്ന കമ്പനിയുടെ ഇൻവെസ്റ്റി കമ്പനിയായ ക്വാളിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡിംഗ് PCC PNB ഹൗസിംഗ് ഫിനാൻസിൻ്റെ 9%-ഓളം സ്റ്റേക്കുകൾ 939 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്യുന്നു. വരുൺ ബിവറേജ് ലിമിറ്റഡ് താൻസാനിയയിലെ സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയും പെപ്സിക്കോയുടെ ഫ്രാഞ്ചൈസി കമ്പനിയുമായ SBC താൻസാനിയയെ 1,304 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. കൂടാതെ ബിവറേജസ് ഗാന എന്ന പേരിലുള്ള കമ്പനിയുടെ ഗാനയിലെ പെപ്സിക്കോയുടെ ഫ്രാഞ്ചൈസിയെയും കമ്പനിയുടെ സോഫ്റ്റ് ഡ്രിങ്ക് യൂണിറ്റിനെയും 127 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. ഈ അക്വിസിഷൻ്റെ പശ്ചാത്തലത്തിൽ വരുൺ ബിവറേജ് എന്ന സ്റ്റോക്ക് ഇന്ന് പെർഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ റീസെൻ്റ്ലി വരുൺ ബിവറേജ് അതിൻ്റെ സബ്സിഡറി കമ്പനിയായ ലൂണാർമിക് ടെക്നോളജീസിൻ്റെ 39% സ്റ്റേക്കുകൾ അക്വയർ ചെയ്യുകയും ചെയ്തു.
ടാറ്റ കെമിക്കൽസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന പ്രധാന അപ്ഡേറ്റ് ഫാർമസ്യൂട്ടിക്കൽ ഗ്രേഡ് സോഡിയം ബൈകാർബണേറ്റ് പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി ടാറ്റ കെമിക്കൽ യൂറോപ്പ് ഏകദേശം 685 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. UK-യിലായിരിക്കും പുതിയ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുക. കെമിക്കൽ പ്രൊഡക്ഷൻ കൂടാതെ കമ്പനി അതിൻ്റെ ലോസ് മേക്കിംഗ് കെമിക്കൽ പ്രൊഡക്ഷൻ 2025 ജനുവരി മാസത്തോടു കൂടി നിർത്തലാക്കാനും തീരുമാനിച്ചു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.